നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. ഇന്ന് നമ്മൾ വീഡിയോയിൽ പ്രധാനമായിട്ട് നോക്കുന്നത് കുട്ടികൾക്ക് എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാം. കുട്ടികളുടെ ആരോഗ്യത്തിന് ഒരുപാട് ന്യൂട്രിയൻസ് അത്യാവശ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മൾ യങ് റിലേറ്റഡ് ആയിട്ട്, അതായത് യങ് ഏജിൽ അവരിൽ കാണുന്ന ഡയബറ്റീസ് വളരെയധികം കൂടുതലായിട്ട് കണ്ടുവരികയാണ്. അതായത് യങ് പേഴ്സൺസ്, ഇപ്പോൾ നമ്മൾ അധികം പ്രായമില്ലാത്ത ഒരു 20+ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു 15+ ഉള്ള ആളുകൾ, കുട്ടികളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ് ഡയബറ്റീസ് അഥവാ പ്രമേഹം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അവരിലുള്ള പൊണ്ണത്തടി, ഓവർ വെയ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഓവർ വെയ്റ്റ് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ട, പക്ഷേ അവർ ഹെൽത്തി ആയിരിക്കണം. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങളൊക്കെ വരുന്നതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കുറയണം. പിന്നെ ഒട്ടും അസുഖങ്ങൾ വരണ്ട അങ്ങനെയല്ല, ഇടയ്ക്കൊക്കെ ചില കുട്ടികളുണ്ട് എപ്പോഴും അസുഖമാണ്, എപ്പോഴും അവർ മെഡിസിൻസ് കഴിച്ചുകൊണ്ടേയിരിക്കും, എപ്പോഴും അവർ വീക്കാണ്, അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് കംപ്ലയിൻറ്റ്സ് പറയുന്ന പാരൻസ് ഉണ്ട്. പക്ഷേ ഒട്ടും തന്നെ അസുഖം വരുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ചെറിയ പ്രശ്നങ്ങളെയാണ് കാണിക്കുന്നത്. അപ്പം എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ അസുഖങ്ങൾ വരുന്നത് ഒന്നും വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല, പക്ഷേ എപ്പോഴും വരുന്നത് എന്താണ് പ്രശ്നമാണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ആ പ്രധാനപ്പെട്ട ഫുഡുകൾ, അതുപോലെ തന്നെ ഡയബറ്റീസ് ഇന്ന് എന്തുകൊണ്ട് യങ് ഏജിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നു, ഓവർ ഈറ്റിംഗ് തന്നെയാണ്. ഓവർ ഈറ്റിംഗ്, ഫാസ്റ്റ് ഫുഡ് ആയിക്കോട്ടെ, ഇപ്പോൾ ഹോംലി പ്രിപ്പയർഡ് ഫുഡുകളാണെങ്കിലും ഓവർ ഈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, അമിതവണ്ണം ഉണ്ടാവും, കുടവയറുണ്ടാവും, അതിൻ്റെ ഭാഗമായിട്ട് ഡയബറ്റീസ് വരാം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ കുറയ്ക്കണമെങ്കിൽ അവരിൽ നല്ലൊരു ഹെൽത്തി നല്ലൊരു മീൽ പ്രിപ്പറേഷൻ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ആ ഗ്രോത്തിനനുസരിച്ചുള്ള അവരിലുള്ള ചേഞ്ചസ്, ഇപ്പോൾ ഫിസിക്കലി അവരുടെ ബോഡിക്ക് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ മെൻ്റലി അവരിൽ വരുന്ന ചേഞ്ചസുകൾ ഉണ്ടാവണം. ഇപ്പോൾ ചില അമ്മമാർ പറയാറുണ്ട്, കുട്ടികൾ ഒട്ടും തന്നെ പഠിക്കുന്നില്ല, പഠനത്തിൽ വളരെയധികം പിറകിലാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ കുറേയൊക്കെ ജെനറ്റിക്സ് ഉണ്ട്, അതുപോലെ തന്നെ കുറേയൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അതിൽ വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. അപ്പം കുട്ടി, ഇപ്പോൾ പാരൻസൊക്കെ അത്യാവശ്യം ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് കുട്ടികളാ നോക്കുകയാണെങ്കിൽ അവർക്ക് അത്യാവശ്യം ബുദ്ധിയും വിവരമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പാരൻസ് ഒന്നും വലിയ നിലയിലൊന്നും എത്തിയിട്ടില്ല, അവരിൽ വലിയ പഠിപ്പൊന്നും ഇല്ലെങ്കിലും കുഞ്ഞുങ്ങൾ നല്ല നിലയിലെത്തുന്ന കുട്ടികളുണ്ട്. അതിപ്പോൾ നല്ല ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് മാത്രമല്ല, അത് നമ്മൾ ജീനിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടൊക്കെ തന്നെ അത്തരം ചേഞ്ചസുകൾ നടക്കാം. അപ്പോൾ അത് എല്ലാം തന്നെ നമ്മുടെ പാരൻസിൽ നിന്നും കുട്ടികൾക്ക് കിട്ടുക എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ ഡയബറ്റീസ്, അച്ഛനമ്മമാർക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തായാലും വരാം എന്നൊന്നുമില്ല, പക്ഷേ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കുട്ടികൾക്ക് ഒരു ഹെൽത്തി ഫുഡ് എന്നൊക്കെ പറയുമ്പം അവരുടെ ആ ഒരു റൂട്ടീനകത്ത് എല്ലാ ദിവസവും നല്ല പ്രോട്ടീൻസ് നിങ്ങൾ ഉൾപ്പെടുത്തണം. അപ്പോൾ പ്രോട്ടീൻസ് ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ മുട്ട ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ വീട്ടിൽ വാങ്ങിക്കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ സ്കൂളിൽ നിന്നൊക്കെ ഇപ്പോൾ മുട്ട കൊടുക്കുന്നുണ്ട്. അപ്പം അതിപ്പം നാടൻ മുട്ടയൊന്നും അല്ലെങ്കിൽ കൂടിയും അതിനകത്ത് പ്രോട്ടീൻസ് വരുന്നുണ്ട്. അപ്പം അത് കുഞ്ഞുങ്ങൾക്ക് മാക്സിമം നിങ്ങൾ അവരെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കണം. ഒട്ടുമിക്ക കുട്ടികളും അത് കഴിക്കാറില്ല, അല്ലെ ചില കുഞ്ഞുങ്ങളാണെങ്കിൽ മഞ്ഞ പോർഷൻ ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം കഴിക്കാറുണ്ട്. അപ്പം അത് മാക്സിമം സ്കൂളിലൊക്കെ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ മാക്സിമം അതൊന്ന് ശ്രദ്ധിക്കുക. കുട്ടികൾ കംപ്ലീറ്റ് ആയിട്ട് ആ മുട്ട അവിടെ നിന്ന് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കണം. ചില കുഞ്ഞുങ്ങളൊക്കെ അത് എടുത്ത് പാക്ക് ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുപോകും, ഇപ്പോൾ വീട്ടിലുള്ളവർക്ക് കൊടുക്കുക, അല്ല അത് കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്തിനാണ്, കുട്ടികളുടെ ആ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അവർ മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അതുപോലെ തന്നെ പാല് കൊടുക്കുന്നുണ്ട്, പാലും വേണം. അവരുടെ ഈ ഒരു ഗ്രോത്ത് പീരീഡിൽ പാലും അത്യാവശ്യമായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്, അപ്പോൾ അതും കൊടുക്കുക. പിന്നെ നമുക്ക് നട്ട്സുകൾ കൊടുക്കാം. നട്ട്സുകൾ ഇപ്പം എല്ലാവരും കാഷ്യൂ, ബദാം, വാൾനട്ട് എന്നെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പം നമുക്ക് കടലയാണെങ്കിലും നമുക്ക് കൊടുക്കാം. നട്ട്സിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് എന്തിൽ നിന്നും കിട്ടും, ഈ പരിപ്പ് വർഗ്ഗങ്ങളിൽ നിന്നെല്ലാം തന്നെ നമുക്കത് കിട്ടും. ഇപ്പോൾ ചെറുപയർ, കടല, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. ഇപ്പം ചെറുപയറായിക്കോട്ടെ, ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ കൂടുക ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ എന്ത് ചെയ്യാം, ചെറുപയർ വേവിക്കുക, അതിനകത്തോട്ട് തേങ്ങ ആഡ് ചെയ്യുക, കുട്ടികളെ തീറ്റിക്കുക, വൈകുന്നേരത്തെ സ്നാക്സൊക്കെ ആയിട്ട് അത് കൊടുക്കുക, നല്ലൊരു ഹെൽത്തി ഓപ്ഷനാണ്. ഇല്ലെങ്കിൽ ഇപ്പം വെള്ളക്കടല കിട്ടും, വെള്ളക്കടല എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വിസിലെടുത്തിട്ട് അത് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് അതിനകത്ത് ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കതൊരു സ്നാക്ക് ഐറ്റം പോലെ കൊടുക്കാം. അതും അവർക്ക് എന്താണ്, അവരുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും, അതിൻ്റെ അന്ന് നല്ല പ്രോട്ടീൻസ് കിട്ടുന്നുണ്ട്. അപ്പം അത് നല്ലൊരു കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മളൊരു ഹെൽത്തി രൂപത്തിൽ അവരുടെ ഭക്ഷണം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം.
അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് 4 മുതൽ 12 കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം. ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും. ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ ടിഫിൻ, പല പാരൻസും ടിഫിൻ എന്തെങ്കിലുമൊക്കെ കൊടുത്തയക്കും. ടിഫിൻ അവരെന്തെങ്കിലും കഴിച്ചാൽ മതി, അവർക്ക് ആ സമയത്തുള്ള വിശപ്പൊന്ന് അടങ്ങിയാൽ മതി എന്ന് കരുതിയിട്ട് ഒരുപാട് ടിഫിനകത്ത് ഈ മൈദ കൊണ്ടുള്ളത്, ബേക്കറി ഐറ്റംസ്, ബിസ്ക്കറ്റ്സ്, ചോക്ലേറ്റ്സ് ഇതൊക്കെ കൊടുക്കാറുണ്ട്. ജാമ്, ജെല്ലീസ്, ഇതൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടി ഹെൽത്തിയർ ഫോമിൽ, ഇപ്പം നിങ്ങൾക്ക് അവർക്ക് ബ്രെഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 2 ആഴ്ച കൂടുന്ന സമയത്ത് ഒരു ദിവസം ആ രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. ബ്രെഡ് എടുക്കുക, അതിപ്പോൾ ഒരു വീറ്റ് ബ്രെഡോ ഹോൾ ഗ്രെയിൻ ബ്രെഡ് കൊടുക്കാം, അത് ശീലിപ്പിക്കുക, അതാണ് മെയിനായിട്ട്. അപ്പോൾ നിങ്ങൾ മൈദ കൊണ്ടുള്ള ബ്രെഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാവും. പിന്നെ നിങ്ങളവിടെ വീറ്റ് ബ്രെഡ് കൊടുക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ വീറ്റ് ബ്രെഡ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള ബ്രെഡ് സ്റ്റാർട്ട് ചെയ്യുക. ആ ബ്രെഡും ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും ബ്രെഡ് കൊടുക്കരുത്. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് എന്ത് ഫില്ല് ചെയ്യുക, വെജിറ്റബിൾസ് നന്നായിട്ട് ഫില്ല് ചെയ്യുക. ഉള്ളി, അതുപോലെ തന്നെ ഉള്ളി കഴിക്കാത്ത കുട്ടികളുണ്ടാവും, അപ്പോൾ വേണ്ട. ടൊമാറ്റോ വെക്കുക, കുക്കുംബർ വെക്കാം, ക്യാപ്സിക്കം വേണമെങ്കിൽ അത് വെക്കാം. എല്ലാവർക്കും അത് താല്പര്യമാവണമെന്നില്ല. കുഞ്ഞുങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾ, ലെറ്റ്യൂസ്, ക്യാബേജ്, ഇതൊക്കെ നമുക്ക് അതിനുള്ളിൽ ഫില്ല് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഒരു ചീസ്, ഒരു സ്മോൾ പീസ് ചീസും കൂടി വെച്ച് കൊടുക്കാം. അത് സോൾട്ടഡ് ചീസുകൾ യൂസ് ചെയ്യാതിരിക്കുക, അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അത് സ്റ്റഫ് ചെയ്തിട്ട് നിങ്ങൾ അവർക്കൊരു സാൻഡ്വിച്ച് രൂപത്തിൽ കൊടുക്കുകയാണെങ്കിൽ വലിയൊരു പ്രശ്നമല്ല. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കൊടുക്കുന്ന കാര്യമാണ്, എല്ലാ ദിവസവും നമുക്കിത് പോസിബിൾ ആവണമെന്നില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇപ്പം അവർക്ക് നമ്മൾ ചപ്പാത്തിയിൽ തന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസ് നമ്മളെ വീടുകളിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാലിനകത്ത് ഒരുപാട് കുട്ടികൾക്ക് ഈ ഹോർലിക്സ് അല്ലെങ്കിൽ ബൂസ്റ്റ് നിർബന്ധമാണ്. ഇതന്നെ എപ്പോഴും കൊടുക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. നമുക്കിപ്പം മില്ലറ്റ്സ്, റാഗി, ബജ്ര, ഇതൊക്കെ തന്നെ വറുത്ത് പൊടിച്ചിട്ട് ഇതിനകത്ത് വേണമെങ്കിൽ ശർക്കരയും കുറച്ച് ഹണിയും ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് അവരുടെ ആ ഒരു പാലിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. അതൊരു ഹെൽത്തിയർ ഫോമാണ്. വേണമെങ്കിൽ ആ ഒരു ചോക്ലേറ്റ് ചൊവ്വയൊക്കെ കിട്ടണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അത് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം നമുക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാ ഫുഡ് ഐറ്റംസും ഒരു ഹെൽത്തിയർ രൂപത്തിലോട്ട് കൊണ്ടുവരണം. ഇപ്പം ഫിഷ് കൊടുക്കണം, അതുപോലെ തന്നെ ചിക്കൻ കൊടുക്കണം, മീറ്റൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാം. ഫ്രൈ ചെയ്ത് കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുക. അപ്പോൾ ശീലമാണ് വലുതായി കഴിഞ്ഞാൽ അവർ ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് പോവുക. അപ്പം അത്തരം ശീലങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കറി വെച്ചിട്ട് തന്നെ അത് ശീലിപ്പിക്കാം. അപ്പോൾ ഈ രീതിയിലായിരിക്കണം അവരുടെ ഒരു ഫുഡ് റൂട്ടീനും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ ഒരുപാട് ചായ, ടീ ഒന്നും അവരിലൊരു അഡിക്ഷൻ പോലെ ആക്കി എടുക്കേണ്ട. ചെറുപ്രായത്തിൽ, വലുതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ കുടിക്കും. അപ്പോൾ ചെറുപ്പത്തിലേ അതിങ്ങനെ എന്ത് ചെയ്യേണ്ട, ശീലിപ്പിക്കേണ്ട. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുട്ടികളുടെ ഭക്ഷണ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ യങ് ഏജിൽ വരുന്ന ഡയബറ്റീസ് അല്ലെങ്കിൽ ചെറിയൊരു പ്രായത്തിൽ തന്നെ ഓവർ വെയിറ്റ് ആവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഇതിപ്പോൾ കുട്ടികളായിക്കോട്ടെ, ഒരു 15+, ഒരു 15 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്, വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.